ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കാനായിട്ട് പോണത് യമനി റൊട്ടിയാണ്. മൈദയും ചോറൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാം. പിന്നെ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ റൊട്ടിയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനായിട്ട് വല്ല ചിക്കൻ കറിയോ അതല്ലെങ്കിൽ ബീഫോ മട്ടനോ അങ്ങനെ എന്തെങ്കിലും ഒരു കറിയൊക്കെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. പൊറോട്ടയുടെ അതേ രുചിയാണ് ഈ ഒരു റൊട്ടിക്ക്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഈ ഒരു റൊട്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു മൈദപ്പൊടിയുടെ പകരം നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഈ ഒരു റൊട്ടി തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് 3/4 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു പഞ്ചസാര നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്താലാണ് നമ്മുടെ ഈ ഒരു റൊട്ടി ഇങ്ങനെ ചുട്ടെടുക്കുന്ന സമയത്ത് അവിടെ ഇടയ്ക്ക് ആയിട്ട് ഇങ്ങനെ നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതേ നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ഒരു ജാർ എടുക്കാം. ഇനി ഒരു മിക്സി ജാറിലേക്ക് നമുക്ക് 1.5 കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് റൈസ് ആണ്. നിങ്ങളുടെ കയ്യിൽ മട്ട റൈസ് ഒക്കെ ഇടുന്നുണ്ടെങ്കിലും അതും കുഴപ്പമൊന്നുമില്ല. ആ ഒരു ചോറ് നമുക്ക് ഇതിനായിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്, കറക്റ്റ് ആയിരിക്കണം അളവൊക്കെ. അപ്പോൾ 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് എടുക്കാം കേട്ടോ. ഒട്ടും തരിയൊന്നും ഇല്ലാതൊന്ന് അരച്ചിട്ട് എടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതേ ചോറൊക്കെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതിലൊട്ടും തരിയൊന്നുമില്ല. ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവുണ്ടല്ലോ, അതിലേക്ക് ഈ ഒരു ചോറ് അരച്ചത് ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു പൊടി നമ്മൾ കുഴച്ചിട്ട് എടുക്കുന്നത് ഈ ഒരു ചോറ് അരച്ചത് വെച്ചിട്ടാണ്. ഇതിൽ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ ആദ്യം നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം തന്നെ അത് കുഴച്ചെടുക്കുക. അപ്പോൾ കൈ വെച്ചിട്ട് കുഴച്ചിട്ട് എടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കുറവ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് കുഴച്ചിട്ട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല. ഈ ഒരു ചോറ് വെച്ചിട്ട് തന്നെയാണ് ഇതെല്ലാം ഒന്ന് കുഴച്ചിട്ട് എടുക്കുന്നത്. ഈ ഒരു മൈദയ്ക്ക് പകരം നിങ്ങൾ ഗോതമ്പ് പൊടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവൊക്കെ കുറച്ച് കൂടുതൽ വേണം കേട്ടോ, കുറച്ച് കൂട്ടിയെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ കുഴച്ചിട്ട് എടുക്കുമ്പോൾ കയ്യിലൊക്കെ ആകെ അങ്ങനെ ഒട്ടിപ്പിടിക്കണ പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് ഒരല്പം ഓയിലിലേക്ക് ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു മാവ് ഇതേ ഞാനിവിടെ കട്ടിംഗ് ബോർഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുഴച്ചെടുക്കാനുള്ള ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വീണ്ടും ഞാൻ കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇത് കുഴച്ചിട്ട് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൈമിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് നമ്മുടെ ഒരു റൊട്ടി നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഒരു ബൗളിൽ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്ത ശേഷം എല്ലാ ഭാഗത്തേക്കും ഈ ഒരു ഓയിലൊന്ന് ആക്കി കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവുണ്ടല്ലോ, കുഴച്ചെടുത്തുള്ള മാവ് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മാവ് നമുക്കൊരു അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളിത് കുഴച്ചെടുക്കാനൊക്കെ പോണത്. അപ്പോൾ അതേ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടിയും കുഴച്ചെടുക്കാം. മാവ് നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് രണ്ടായിട്ട് മാറ്റാം. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ കുഴച്ചെടുത്തതിന് ശേഷം ഈ ഒരു മാവ് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാതും ഒരേ അളവിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കത്തി വെച്ചിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാതും കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതുപോലെ അങ്ങനെ ഒന്ന് ഉരുട്ടി വയ്ക്കാം. ഇതുപോലെ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് എല്ലാതും എടുത്തിട്ട് ഇങ്ങനെ പരത്തിയിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിതെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് മാവ് വെച്ചിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കില്ല, ആ ഒരു കനത്തിൽ നമുക്ക് ആദ്യം ഒന്ന് പരത്തിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇത് പരത്തിയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കാം. ഈ ഒരു ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് മൈദപ്പൊടി ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ മടക്ക് ചപ്പാത്തിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ ഞാൻ ഇതുപോലെ തന്നെയാണ് പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ മൈദപ്പൊടിയൊക്കെ വിതറി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിൻ്റെ രണ്ട് സൈഡൊന്ന് മടക്കി കൊടുക്കാം.
അപ്പോൾ ഇതുപോലെ നമ്മൾ മടക്കിയിട്ടൊക്കെ ചെയ്യുമ്പോൾ നല്ല ലെയറോട് കൂടിയിട്ടുള്ള റൊട്ടിയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യണത്. അപ്പോൾ രണ്ട് സൈഡും മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് മൈദപ്പൊടി വിതറിന് ശേഷം മടക്കി കൊടുക്കുക. എല്ലാതും ഇതുപോലെ തന്നെ ചെയ്യാം. ഞാനിവിടെ എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടി ഒന്ന് വിതറി കൊടുത്തിട്ട് രണ്ട് സൈഡൊന്ന് ആക്കി കൊടുത്തിട്ടൊന്ന് പരത്തിയിട്ട് എടുക്കുക. ചപ്പാത്തിയുടെ ആ ഒരു കനത്തിൽ വേണം ഇതും നമ്മൾ പരത്തിയിട്ട് എടുക്കാനായിട്ട്. ചപ്പാത്തിനേക്കാളും കുറച്ച് കനം കുറച്ചതും കൂടെ ആക്കാം കേട്ടോ. ഒത്തിരി ഇങ്ങനെ തിന്നായിട്ടും പരത്തിയെടുക്കരുത്. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെയർ കറക്റ്റായിട്ട് കിട്ടില്ല. എല്ലാതും ഇങ്ങനെ അമർന്ന് പോകും കേട്ടോ. അങ്ങനെ ആവരുത്. ഇതിപ്പോൾ അതേ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മളിത് ഇട്ട് കൊടുത്തിട്ട് ഒരു സെക്കൻഡ് അങ്ങനെ തന്നെ വെച്ചേക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് മറിച്ചിട്ട് ഉടനെ തന്നെ പെട്ടെന്ന് ഇങ്ങനെ വീർത്ത് വരണിട്ട് തുടങ്ങും. ആ ഒരു സമയത്ത് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ട് സൈഡും മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ റൊട്ടി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാ റൊട്ടിയും ഞാനിതിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു റൊട്ടിയാണ്. നമുക്ക് ഇഷ്ടമുള്ള കറികളുടെ കൂടെ ഇത് കഴിക്കാം കേട്ടോ. നല്ല ലെയറോട് കൂടിയിട്ട് തന്നെയാണ് ഇത് കിട്ടിയിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇത് കാണുമ്പോൾ പെട്ടെന്ന് വിചാരിക്കും പൊറോട്ടയാണെന്ന്. പൊറോട്ടയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.